എടാ നമ്മളിനി എങ്ങോട്ട് പോടാ? എനിക്കൊരു ഐഡിയ ഇല്ലടാ. നമ്മളിപ്പോ കൊറേ ഐലൻഡിന്റെ നടുവിലെത്തി. ഏതാ സ്ഥലം? ഓ ചന്ദ്രനൊക്കെ പൊങ്ങി വരുന്നു. ഏതാ സ്ഥലം എനിക്കറിയത്തില്ല. രാത്രിയായടാ. എവിടെ പോടാ? ഇവിടെ ഒരു ഐലൻഡ് രാത്രി കാണുന്നുണ്ട്. നിനക്ക് അറിയാലോ, നല്ല പണി കിട്ടും. ഇവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഐലൻഡിൽ നമുക്ക് വല്ല ഷെൽട്ടർ കണ്ടുപിടിക്കാൻ പറ്റും ആയിരിക്കും. ഇവിടെ ഇറങ്ങിയാലോ? രാവിലെ ആവുന്നവരെ നമ്മള് ബോട്ടിട്ടൊക്കെ യാത്ര ചെയ്താലേ ഒരു നല്ലതോ. അവിടെ ഒരു വില്ലേജ് ഉണ്ട്, അങ്ങോട്ട് പോവാം നമുക്ക്. നേരെ നേരെ. എവിടെ? അവിടെ ഒരു വില്ലേജ് കാണുന്നുണ്ടല്ലോ. അത് വില്ലേജ് തന്നെയാണോ? ഞാൻ ഓടിക്കണോ അതോ നീ ഓടിക്കുന്ന? അയ്യോ ഓല്ലേ ബോർഡ് ലീവി. എടാ അവിടെ ഒരു വില്ലേജ് കാണുന്നുണ്ട്, അങ്ങോട്ട് പോവാം. നമുക്ക് അവരെ അഭ്യന്തരാതിരിക്കില്ല, നമ്മുടെ അവസ്ഥ അവിടെ പറയാം. ഓ ഇത് അത്യാവശ്യം ആൾക്കാരുള്ള വില്ലേജ് ആണല്ലോ. കട്ട് ചെയ്തേ. എടാ ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ വില്ലേജിന്റെ അടുത്ത് ചോദിക്കാം വല്ലതും തരാമോന്ന്. ഇതെന്താ ഒരു വലിയ സാധനം? എനിക്ക് തോന്നുന്നത് ഈ വില്ലേജിന്റെ പ്രൊട്ടക്ടർ എന്തെങ്കിലും. ഒരു പൂച്ച. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇന്നൊരു വീട്ടിൽ കയറി തങ്ങ. അതേ പഠിക്കും. എനിക്കും കൂടെ കിടക്കാൻ പറ്റുന്ന ഒരു വീട് നോക്കണം. ഞാനിവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് വരാം. ചേട്ടാ ഇവിടെ താമസിക്കാൻ നീ ആരാ? ചേട്ടാ ഇവിടെ ഒന്ന് താമസിക്കണമായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഞാനും എൻ്റെ ഒരു ബ്രദറും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ കുറച്ച് സ്ഥലം. മോനെ അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. അവിടെ ഒരു ബെഡ് ഉണ്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ ബെഡ് എടുത്തു, ഞാൻ വേറെ വീട്ടിൽ പോയി കിടന്നോളാം. ഓക്കെ വാടാ. ഒരു ബെഡും കൂടെ എന്നിട്ട് നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുക്കാല്ലേ, അതാ നല്ലത്. ഒരു ബെഡും കൂടി കിട്ടി. ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ബെഡ്. ഇവിടെ എൻ്റെ കിടക്കല്ലേ. ഇവിടെ കിടന്നാൽ പിന്നെ റീസ്പോൺ പോയിന്റ് മൊത്തം പോവും. ഈ ബെഡ് കിടക്കല്ലേ. അയ്യോ രാവിലെ ആയി. ഈ ബെഡ് പോയി തിരിച്ചു കൊടുക്കാം. അയ്യോ എന്നാ പിന്നെ ഇതിപ്പോ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കാം. നമുക്ക് ആവശ്യം വരും. നമുക്ക് എന്തായാലും ഒരു പരിപാടി, ഒരു ആക്ട് ഒപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ഇൻട്രോ പറയാൻ മറന്നുപോയി ബ്രോ. അവിടെ നമുക്കൊരു മരം വെട്ടാം. ഇവിടെ എൻ്റെ ഒരു ഐഡിയ ഉണ്ടോ? നമുക്കൊരു ചെറിയ വീട് ഇതേണൊക്കെ മരം വെട്ടിയാന്ന് വെക്കാം. പക്ഷെ അതിനൊരു ആക്ട് വേണം. ഞാൻ ഇവിടെ അടുത്തുനിന്ന് ചോദിച്ചോക്കട്ടെ. ചേട്ടാ ഞാനിവിടെ പുതിയതാ. ഇവിടെ ഒരു ആക്സ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുക? ആക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളിവിടെ കുറേ മരം കണ്ടു. ആ മരത്തിനെ നിങ്ങൾ കൈയും കൊണ്ട് വെട്ടിയതിന് ശേഷം നിങ്ങളൊരു ആക്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങളൊരു പിക്കാക്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സ്റ്റോൺ കണ്ടില്ലേ, ഈ സ്റ്റോണിനെ നിങ്ങൾ മൈൻഡ് ചെയ്തതിന് ശേഷം അതിനെ വെച്ച് നിങ്ങൾക്ക് ടൂൾസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ച് മരം വെട്ടിയിട്ട് സ്റ്റോൺ ആക്കും. ഓക്കെ ചേട്ടാ. എടാ ആള് പറഞ്ഞത് ഈ മരം വെട്ടിയൊരു പിക്കാക്സ് ഉണ്ടാക്കണം. എന്നിട്ട് ആ പിക്കാക്സ് കൊണ്ട് എന്നിട്ട് നമുക്കൊരു പിക്കാക്സ് ഇത് വെച്ച് ഉണ്ടാക്കാം. ഓ എന്റെ കൈയൊക്കെ പോന്നറക്കാം. ഓ നല്ല വേന. ഞാൻ 2 ബ്ലോക്ക് എടുത്ത്. എത്ര ബ്ലോക്ക് വേണോ ഒരാൾക്ക് ഉണ്ടാക്കാൻ? ഒരു മരം പൊട്ടിച്ചാൽ മതി എന്നാ തോന്നണേ. നോക്കാം.
നമുക്ക് മരം കിട്ടി. ഇനിയിപ്പോൾ ഇതിനെന്താ ചെയ്യണ്ടേ ചേട്ടാ? ഇനി എന്താ ഒരു ചെയ്യണ്ടേ? 5 മരം കിട്ടി. ഇനി എന്താ മോനെ ഇനി അതിനെ നിങ്ങൾ പ്ലാങ്സ് ആക്ക്. പ്ലാങ്സ് അതിനെ പ്ലാങ്ക് ആക്കാൻ നീ ക്രാഫ്റ്റ് ചെയ്യും, എന്നിട്ട് അതിനെ പോയി പ്ലാങ്ക് ആക്ക്. ക്രാഫ്റ്റ് അതെവിടെയാണ് ചെയ്യുന്നത്? താഴെ ഒരു 3 ഡോട്ട് കണ്ടു. താഴെ 3 ഡോട്ട് കണ്ട് അവിടെ അതില് മരമില്ലേ നിന്റെ കയ്യില്? അത് പോയിട്ട് ആ 4 ബോക്സിൽ വെക്കി. ഇനി എന്താ ചെയ്യണ്ട? എനിക്ക് 16 പ്ലാങ്ക് കിട്ടിയടാ. അതാ ഇതാണ് പ്ലാങ്ക്. ഇനി എന്താ ചെയ്യണ്ടേ മോനെ? ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. അയ്യോ ഞാൻ അറിയണ്ടേ വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓ ഇതാണ്. എടാ മൊത്തം മരവും ഇതാക്ക്. ഞാനൊരെണ്ണം ഉണ്ടാക്കി. ഇനിയിപ്പോ നീ ഉണ്ടാക്കണ്ടേന്ന് കുഴപ്പമില്ല. ഇനി സ്റ്റിക്ക് ഉണ്ടാക്കി. ഇനി സ്റ്റിക്ക് ഉണ്ടാക്ക്. ഇനിയിപ്പോ സ്റ്റിക്ക് ഉണ്ടാക്കണം. ഞാൻ പിക്കാക്സ് ഉണ്ടാക്കി. ഓക്കെ സ്റ്റിക്ക് എടുക്ക ആദ്യം. സ്റ്റിക്ക് എന്താ 24 എന്ന് എഴുതി കാണിക്കുന്ന സ്റ്റിക്കാണ് ചെറിയ. അത് ഒരു 24 എണ്ണം വേണ്ട, കുറച്ച് മതി. ഒരു 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ആക്സ് ഉണ്ടാക്കാൻ. അത് വെച്ചിട്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഈ സ്റ്റോൺ മേഞ്ഞ, എന്നിട്ട് ഈ സ്റ്റോണും കൊണ്ടുള്ള പിക്കാക്സും ആക്സും ഒക്കെ ഉണ്ടാക്കാം. അയ്യോ ഇത് ആക്സാടാ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പൊ ഉണ്ടാക്കടാ. ഇതിലുണ്ടാക്കാൻ പറ്റില്ല. ഓ എന്റെ പിക്കാക്സ് ഇപ്പൊ പൊട്ടുമല്ലോ. ഞാനും പിക്കാക്സ് ആക്സും ഉണ്ടാക്കിനെ. നീ സ്റ്റോൺ മൈനി, ഞാൻ പോയി മരം വെട്ടാം. എന്താ പറയുന്നത്? എന്നാ ഞാൻ സ്റ്റോണും കൊണ്ട് നിനക്കുള്ള സ്റ്റോൺ ടൂൾസും കൂടി ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ മരം കൊണ്ട് നിനക്കുള്ള മരത്തിന്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. മരം വെട്ടി ശേഖരിച്ചു വെക്കാം. എന്നിട്ട് അതിന് കുറച്ച് സ്റ്റിക്ക് ആക്ക്, എന്നിട്ട് പ്ലാങ്ക് ആക്ക്. പ്ലാങ്ക് ആക്കാം. എന്നിട്ട് മരം മൊത്തം ശേഖരിക്കുന്ന മരം മൊത്തം ഞാൻ പ്ലാങ്ക് ആക്കാം. എന്നിട്ട് ആ പ്ലാങ്ക് മൊത്തം ശേഖരിച്ചു വെക്കാം മരത്തിന്. എന്നിട്ട് സ്റ്റിക്ക് ആക്കാൻ പറയുമ്പോ കുറച്ച് സ്റ്റിക്ക് ആക്കണേ. എന്നിട്ട് എനിക്കിതാ ഇവിടെ ഇപ്പൊ ഞാൻ 31 സ്റ്റോൺ മൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഇതിനെ പോയി ഇപ്പൊ എനിക്ക് സ്റ്റോൺ ടൂൾസ് അൺലോക്ക് ആയി. ഇത് നമ്മുടെ സിറ്റി ലൈഫിനെക്കാളും നല്ലതാണല്ലോ അല്ലേ? അതെ, ഭയങ്കര നല്ല ഇതുണ്ട്. എനിക്ക് ഈ മരം ഇനി വുഡൻ ആക്സ് വെച്ച് വെട്ടാൻ നല്ല സമയം എടുക്കും കേട്ടോ. ഒരു സ്റ്റോൺ ആക്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. എനിക്കിപ്പോ 12 മരവും 4 പ്ലാങ്കും. എനിക്കെന്നാ കുറച്ച് പ്ലാങ്ക് വരൂ, അല്ലെങ്കിൽ ആ മരത്തിന്റെ പ്ലാങ്ക് ആക്കി ഒന്ന് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പൊ സ്റ്റിക്കില്ല. എനിക്കെന്നാ ആ പ്ലാങ്ക് തന്നോ, ഞാൻ സ്റ്റിക്ക് ആക്കിക്കോളാം. ഞാൻ ഈ മരം ഒരെണ്ണവും വെട്ടിക്കൊണ്ടിരിക്കും. അത് വെട്ടിക്കഴിഞ്ഞിട്ട് തന്നാ പോലെ. നല്ല കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ നേരത്തെ കുറച്ച് മരം ഉണ്ടായിരുന്നു, അതിന് വെച്ച് ഞാൻ സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു സോഡും പിക്കാക്സും ആക്സും മതി. നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റണ്ടേ? അതാടാ ആ വില്ലേജസിന്റെ വല്ല ഡ്രസ്സും ഉണ്ടോ ചോദിച്ചാല്. എന്തായാലും ഞാന് ഇവിടെ കുറെ ആപ്പിൾ കിടക്കുന്നു. ആപ്പിൾ ഇതൊക്കെ കിട്ടി എനിക്ക്. ഏപ്പിളാ കൊള്ളാലോ. ഏപ്പിള് എനിക്കൊന്ന് ഏപ്പിള് മരവും അതുകൊണ്ടോ. ഇന്നാ ഞാൻ എനിക്കുള്ള ടൂൾസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ്. നീ കുറച്ച് പ്ലാൻ പ്ലാൻ ഒന്ന് താഴെ തന്നായിരുന്നെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യും. എനിക്ക് പ്ലാൻ ഡ്രോപ്പ് ചെയ്തതാ. ബാങ്ക് ഇതാ. ഓക്കെ,
എടാ ഞാനിനി പ്ലാൻ ഞാൻ പുതിയ കുറെ പ്ലാൻ ഉണ്ടാക്കാൻ പോകും. ഞാൻ നമുക്ക് ഡ്രസ്സ് പോയി ചോദിച്ചാലോ? ഞാനെന്നാലേ നമുക്ക് വല്ല ഡ്രസ്സ് കിട്ടുമോന്ന് ചോദിച്ചു നോക്കാം. ഓ എനിക്ക് 12 അല്ല 64 പ്ലസ് 12 പ്ലാൻ ഇപ്പൊ എന്റെ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് വീട് പണിയാലോ. ഒന്നും പോരാ തോന്നുന്നു. എന്തായാലും നമുക്ക് സ്ട്രക്ചറും ഇല്ല. ഞാൻ എന്തായാലും ഇവിടെ ഒരു വില്ലേജറിന്റെ അടുത്ത് പോയിട്ട് എങ്ങനെ ഡ്രസ്സ് കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. ഈ പൂച്ചയെ നമുക്ക് വളർത്താൻ പറ്റുമോ? പൂച്ചയെ വളർത്തണമെങ്കിൽ മീൻ വേണം, പട്ടിയെ വളർത്തണമെങ്കിൽ ബോൺ വേണം എന്നൊക്കെയാ തോന്നണേ. ഇവിടെ ഒരു വില്ലേജർ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വില്ലേജറിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, നമുക്ക് ഞാനും എൻ്റെ ഒരു ബ്രദറും ഒരു സിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് പ്രശ്നമായി. അതൊരു വാറ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ ഒരു വീടൊക്കെ കെട്ടാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇഞ്ചറി പറ്റി. ഇപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ആകെ പോയിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ? ഓന് അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി ഡ്രസ്സ് കിട്ടുള്ളൂ. ഓക്കെ, ഒരു ഷർട്ട് ഒരു പാൻറ്റും ഉണ്ട്. എടാ കിട്ടിയടാ, കിട്ടി. 2 ഷർട്ടും 2 പാൻറ്റും 2 ഹൂഡിയാ തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ എടുത്തിട്ട് വരാം. ബാ, ഒരു വീട്ടിൽ കയറാം. ഞാൻ നിനക്ക് എന്തായാലും ഡ്രസ്സ് തരാം. ഞാൻ എന്നാ തരാം. അല്ലെങ്കിൽ ഞാൻ നിനക്ക് അവിടെ നിന്ന് തരാം. എന്നാ എടുത്തോ. ഞാനും പോയി ഡ്രസ്സ് മാറാം. സമയമായി കിടക്കാനായി. ഇവിടെ പോയി ഡ്രസ്സ് മാറട്ടെ. എടാ, ഞാൻ ഡ്രസ്സ് മാറി. നീ എവിടെ? ഇത് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ എൻ്റെ കൂടെ കിട്ടിയതാ. എന്തായാലും ഞാൻ എടുത്തിട്ടു. നല്ല രസമുണ്ടല്ലേ? ഓ, നിനക്ക് മാസ്ക് ഒക്കെ കിട്ടിയില്ലേ? എനിക്ക് മാസ്ക് കിട്ടിയില്ല. എനിക്ക് ഇത്ര തൊപ്പിയേ കിട്ടിയില്ല. ഹെഡ്ഫോണും കിട്ടിയോ? കൊള്ളാലോ. എനിക്കാകെ കേപ്പേ കിട്ടിയുള്ളൂ. ഈ കേപ്പ് ഒരു തൊപ്പിയും കിട്ടി. തൊപ്പി ശരിയല്ലേ, എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും എടുത്തിട്ടേക്കാം അല്ലേ? നമുക്ക് എന്തായാലും എങ്ങോട്ടേലും പോയി ബെഡ് വെച്ച് കിടന്നുറങ്ങാൻ സമയമായി. ബെഡ് അവിടെ നമ്മള് വെച്ച മറന്നു. നീ എവിടെ? വാ, ബെഡ് അവിടെ എൻ്റെ വീട്ടിൽ ഇവിടെ വെക്കട്ടെ. നമുക്ക് നാളെ തന്നെ വീട് പണി തുടങ്ങാം. ബ്രോ, അപ്പോൾ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്തായി. അപ്പൊ നമുക്ക് നിർത്തിയാലോ? ഓക്കെ ഗൈസ്, അപ്പോ അതെ, നമ്മള് മൈൻക്രാഫ്റ്റിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അയ്യോ അയ്യോ ബ്രോ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചാടി. അയ്യോ ചേടാ, മൈൻക്രാഫ്റ്റ് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മൈൻക്രാഫ്റ്റ് പണി തന്നു. ഇനി പാർട്ട് 2 വരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ വീട് പണി തുടങ്ങുന്നതായിരിക്കും. വീട് പണി തുടങ്ങുക മാത്രമല്ല, ചിലപ്പോൾ അവസാനിപ്പിക്കും ആ പാർട്ടിൽ തന്നെ. മിക്കവാറും ആ പാർട്ട് മൊത്തം വീട് പണിയും. ഇവിടെ അയൺ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. എന്തായാലും നമ്മൾ എടുക്കാം. പക്ഷെ നമ്മളോട് നിനാസ് എന്ന് പറയുന്ന ഒരു ധീരനില്ല. പുള്ളിക്കാരൻ ഇപ്പം ഫ്രീ അല്ലാന്ന് തോന്നുന്നു. സംഭവങ്ങളുണ്ട്. എന്തായാലും നമുക്കിപ്പം എന്തായാലും ഇതൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു കാര്യം. ഈ വീട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇനി മൈൻക്രാഫ്റ്റ്. നിനാസ് ചിലപ്പോ തിരിച്ചു വരും, എനിക്കറിയത്തില്ല. മിക്കവാറും വരത്തില്ല. അതെ അതെ. ഓക്കെ, അപ്പോൾ നമുക്കെന്തിന് വീഡിയോ തീർക്കാം.